നാടാകെ ഡെവലപ്പ് ആയിരിക്കുന്നല്ലോ അളിയാ. അതിരിക്കട്ടെ, എങ്ങോട്ടാ? അമ്മയെ കാണോടാ. ഇത് തന്നെയാണോ? അതേടാ, ശരിക്കും ഇത് തന്നെയാണല്ലോ. സ്ഥലം ഇത് തന്നെയാ, പക്ഷെ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. വീട് ഇവിടെ എവിടെയോ ആയിരുന്നു. അവിടെ ആയിരുന്നു സ്കൂള്, ഇവിടെ അമ്പലം. അമ്പലം ഇവിടെയോ? അതേനെ, ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട്. ആരുമില്ലേ? ആരെ കാണാനാ മോനെ? ഇതിനു മുമ്പ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ലേ? ലക്ഷ്മി എന്നൊരു അമ്മയുണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ, ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് 10 വർഷമായി. ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാണെന്നറിയോ? അറിയില്ല മോനെ. ആണെങ്കിൽ ഓക്കെ, എമിറേറ്റ്സ് ബുക്ക് ചെയ്യാം. ആ, എന്ത് വേണം സർ? അമ്മ എവിടെ? എന്താ? എൻ്റെ അമ്മ എവിടെയെന്ന്. എപ്പോഴാടാ മോനെ നീ ഇറങ്ങിയത്? ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ പോയി. അവിടെ വീടുമില്ല, അമ്മയില്ല. എൻ്റെ അമ്മ എവിടെ? നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗം വെറുതെ ആയിപ്പോയടാ. നീ പോയി അധികം താമസിയാതെ നിന്റെ അമ്മ മരിച്ചു. ആ പാവസേട്ട് ധാരാളം പണം ചെലവാക്കിയെങ്കിലും പ്രയോജനമില്ലാതായിപ്പോയി. ആ ചെറുപ്രായത്തിൽ നിന്നെ ഇത് അറിയിച്ച് കൂടുതൽ വിഷമിപ്പിക്കണമെന്ന് കരുതിയ ഞാൻ അറിയിക്കാതിരുന്നു. എന്നോട് ക്ഷമിക്കും. താനിപ്പോ ഇങ്ങനെ പറഞ്ഞ ആ ട്രാവൽ ഏജൻസിക്കാരോട് ഞാൻ എന്താ പറയേണ്ടത്? ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. മാഷം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? അറിയില്ല അങ്കിൾ. ബാങ്കോക്കിൽ എനിക്കറിയാവുന്ന കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട്. അവിടേക്ക് പോകേണ്ടിയിരുന്ന പയ്യനെന്തോ അസൗകര്യം. നിനക്ക് പോകാവോ? പോകാം അങ്കിൾ. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല അങ്കിൾ. ഒരു വഴിയേ ഉള്ളൂ. അറിയാവുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് വേഗം കിട്ടും. ജയിൽ സൂപ്രണ്ട് ഞങ്ങളുടെ വളരെ ക്ലോസ് ആണ് സാർ. പിന്നെന്താ? ട്രൈ ചെയ്യാം അങ്കിൾ. ഞങ്ങളുടെ ബൈക്കിലിരിക്കുന്നു. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. പെണ്ണാണെങ്കിൽ വിടണമെന്നാ? ഇറങ്ങി പാടി. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? നീ പറഞ്ഞ പിന്നെ എന്നെ അപ്പുറോട്ടോ കളിയാ. ആളെങ്ങനെയുണ്ട്? സുന്ദരിയാ? ക്യൂട്ടാ? സുന്ദരി സുന്ദരി ഒന്നിറങ്ങി വാ. എന്താ റൂമി? എന്തു പറ്റി? ഞാൻ I got scared. അയ്യേ, അത് രാവണിയാസന്റെ മടമ്പിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു.